രാജ്യത്തിന് ഭീകരതയ്ക്കെതിരെ ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അതിൽ രാഷ്ട്രീയ ഭിന്നതകളില്ല എന്ന് വ്യക്തമാക്കുന്ന, അത് ഉറക്കെ പറയുന്ന ഒരു യോഗം കൂടിയാണ് ഇന്നത്തെ സർവകക്ഷി യോഗം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന യോഗത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ, സൈനിക ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിർത്തിയിലെ സാഹചര്യമൊക്കെയും പ്രതിപക്ഷ പാർട്ടികൾക്ക് മുന്നിൽ കൂടി പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷമുള്ള പ്രതികരണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആദ്യ പ്രതികരണം വന്നത്, അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യമൊന്നും ചർച്ചയാകുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി വിമർശനങ്ങൾ ഒന്നും ഉന്നയിക്കാൻ ഈ ഘട്ടത്തിൽ ഇല്ല. ഇപ്പോൾ അത് സേനയ്ക്കൊപ്പം, രാജ്യത്തിനൊപ്പം, രാജ്യത്തിന്റെ നീക്കങ്ങൾക്കൊപ്പം, ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിനൊപ്പമാണ് പ്രതിപക്ഷമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും പറയുകയുണ്ടായി. വിനീത ബിജി തുടരുന്നുണ്ട്. വിനീത, ഈ സർവകക്ഷി യോഗത്തിന് അല്പം മുമ്പാണ് അജിത് ഡോവലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചത്. ഒരുപക്ഷെ ഇനി ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു അടുത്ത ഘട്ടമുണ്ടോ, അതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ അതിർത്തിയിലെ നിലവിലെ സാഹചര്യങ്ങൾ, ഇക്കാര്യങ്ങളിലൊക്കെയും ഒരു ചർച്ച അവിടെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു ആ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സ്ഥിതിഗതികൾ, ആ സൈന്യത്തിന്റെ നീക്കം ഏത് രീതിയിലാണ്, അതിർത്തിയിൽ പാകിസ്ഥാൻ തുടരുന്ന പ്രകോപനം, അതിന് ഏത് രീതിയിൽ ഒരു തിരിച്ചടി നൽകണം, ഒപ്പം തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇനി ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടാവുകയാണ് എങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകണം. അതിന് സൈന്യത്തെ നമ്മൾ സജ്ജമാക്കേണ്ടതുണ്ട്. സജ്ജമാക്കുക എന്നുള്ളതല്ല, സൈന്യം ഇപ്പോൾ തന്നെ ഞങ്ങൾ സജ്ജമാണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അതൊരു തുടക്കം മാത്രമാണ് ഇപ്പോൾ കണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഇനി ഒരു നീക്കം, ഒരു സൈനിക നീക്കമോ അല്ലെങ്കിൽ ഇനിയൊരു അത്തരത്തിലേക്കുള്ളൊരു ആക്രമണത്തിനുള്ളൊരു സാധ്യതയോ, പാകിസ്ഥാൻ അതിനൊരു നീക്കം നടത്തിയാൽ തന്നെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇതിനോടകം കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. രാജസ്ഥാനിലടക്കം BSF ഉൾപ്പെടെ അവിടെ ആ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മുകാശ്മീരിൽ കൺട്രോൾ റൂമുകളടക്കം തുറന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതത് സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്, ഒപ്പം പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇനി നടത്തുമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനയും ഒക്കെ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയുമായി ചേർന്ന യോഗത്തിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ശക്തമായ തിരിച്ചടി അത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യമാണ്. ഏത് നിമിഷവും എന്ത് നീക്കവും, ഏത് വൃത്തികെട്ട കളിയും കളിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു നീക്കം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കുക, അതൊരു പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ആദ്യം കണ്ട കാഴ്ചയായിരിക്കില്ല. അതിലും ഭീകരമായ ഒരു പ്രത്യാക്രമണം ആ ഘട്ടത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാനെ നേരിടേണ്ടി വരുമെന്ന് തന്നെ നമുക്ക് പറയാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം എടുത്ത നടപടിക്രമങ്ങൾ അത് ഇന്നത്തെ സർവകക്ഷി യോഗത്തെയും അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഈ സൈന്യത്തിന്റെ തുടർ നീക്കങ്ങൾ, ഒപ്പം അതിർത്തി മേഖലകളിൽ ഇതിനോടകം ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചേർന്ന യോഗത്തിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും കേന്ദ്രമന്ത്രിമാർ അറിയിച്ചിരിക്കുകയാണ്. ആശങ്ക ഇല്ല എന്നത് തന്നെയാണ്. പക്ഷേ അതീവ ജാഗ്രതാ നിർദ്ദേശം രാജ്യം ഇപ്പോഴും എല്ലാ മേഖലകളിലും നൽകിയിട്ടുണ്ട്. ഓരോ നീക്കവും, പാകിസ്ഥാന്റെ ഓരോ നീക്കവും അണുവിഴ തെറ്റാതെ അത്രത്തോളം ആഴത്തിൽ നമ്മൾ നിരീക്ഷിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അവിടെ വെച്ച് തന്നെ അത് അവസാനിപ്പിക്കാനുള്ള എല്ലാ മുന്നൊരുക്കവും ഇതിനോടകം തന്നെ രാജ്യം സ്വീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചേർന്ന ആദ്യ സർവകക്ഷി യോഗം പൂർത്തിയായിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും രാജ്യം അതീവ ജാഗ്രതയിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ലക്ഷ്യമിട്ടത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളായിരുന്നെങ്കിൽ, തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ, അവരുടെ പരിശീലന കേന്ദ്രങ്ങളാണെങ്കിൽ, അതിന് പകരമായി പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിവെച്ച് വീഴ്ത്തിയത് ഇന്ത്യയുടെ സാധാരണക്കാരായ ജനങ്ങളാണ്, ഗ്രാമീണരായ ജനങ്ങളെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നൊരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂറിനപ്പുറം വിനാശകരമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് രാജ്യം നൽകുന്നുണ്ട്. കനത്ത ജാഗ്രതയിലാണ് ഇന്ത്യ.